ഹലോ നമസ്കാരം. സന്തോഷ് കുമാർ. 2,90,00,000 വോട്ടർമാർ, 3,471 പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഏപ്രിൽ 9 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടവകാശം വിനിയോഗിക്കുവാൻ. പോളിംഗ് റിസൾട്ട് മെയ് 4 അറിയാം. 100 വയസ്സിന് മുകളിലുള്ള 1,571 വോട്ടർമാർ. പുതിയ വോട്ടർമാർ 4,24,000. LDF സർക്കാരിൻ്റെ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ 3-ാം അംഗം, പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളും MLA-മാരും ജനവിധി തേടുമ്പോൾ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, 1,00,000 കോടിക്ക് മുകളിലുള്ള കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങൾ, നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ വളർച്ച, അതിദാരിദ്ര്യമുക്ത കേരളം, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി ജനങ്ങളുടെ പ്രതിഷേധം ആളിക്കത്തിയ സ്വർണ്ണക്കൊള്ളയും, ശബരിമല സ്വർണ്ണക്കൊള്ള, കണ്ടല ബാങ്ക് പണമിടപാട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയുടെ കമ്പനിയുടെ സേവനത്തിൻ്റെ അന്വേഷണം, വന്യമൃഗ ആക്രമണങ്ങളിൽ മരണപ്പെട്ടവരുടെ രോഷപ്രകടനങ്ങൾ, ധൻരാജ് രക്തസാക്ഷി ഫണ്ട് ഓഡിറ്റിംഗ് റിപ്പോർട്ടുകൾ, കണ്ണൂരിലെ പമ്പ് അനുവദിക്കുന്നതിൽ നടന്ന അഴിമതിയിൽ ADM-ൻ്റെ ആത്മഹത്യയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജയിൽവാസവും, UDF പ്രതിപക്ഷ നേതാവായ VD സതീശൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സീറ്റ് വിഭജനം പൂർത്തിയാക്കി മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിൻ്റെ ടീം UDF-ൻ്റെ പ്രവർത്തനം ഹൈക്കമാൻഡ് വിലയിരുത്തി MP-മാർക്ക് സീറ്റ് നൽകാതെ ടീം UDF നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നു. LDF-ൽ നിന്നും ഇടതുമുന്നണിയിൽ നിന്നും പുറത്തുപോയ അംഗങ്ങൾ സ്വതന്ത്രന്മാരായി മത്സരത്തിനൊരുങ്ങുന്നു. പിന്തുണ നൽകി കോൺഗ്രസും. PK ശശിയും മുൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന G സുധാകരനും കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും. തൃശ്ശൂരിൽ 2 തവണ മത്സരിക്കുകയും 3-ാം ഊഴത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ MP-യായി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി. തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിലാദ്യമായി BJP-യുടെ NDA-യുടെ കൈകളിൽ. നരേന്ദ്രമോദിയുടെ വിജയത്തേരിൽ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. നിയുക്ത കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യനും മുൻ കേന്ദ്രമന്ത്രിയും